സോ വെൽക്കം ബാക്ക് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ കോമിക്. നമ്മൾ ഇന്ന് ഡീമൺ സ്ലെയറിന്റെ ചാപ്റ്റർ 178 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ യോറിച്ചിയുടെയും കൊക്കോഷിവന്റെ ഒക്കെ അച്ഛൻ യോറിച്ചി ടെമ്പിളിൽ എത്തിയെന്ന് അറിയാൻ വേണ്ടി പുള്ളിക്കാരൻ സബോർഡിനേറ്റ്സിനെ അങ്ങോട്ട് വിടുന്നുണ്ട്. പക്ഷേ യോറിച്ചി അവിടെ എത്തിയിട്ട് എല്ലാവരുമായിട്ടുള്ള ബന്ധം മറന്ന് യോറിച്ചി എങ്ങോട്ടോ പോയി. പുള്ളിക്കാരൻ കംപ്ലീറ്റ്ലി വാനിഷ് ആയിട്ടുണ്ട്. അവൻ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തോന്ന് എനിക്കറിയാൻ പറ്റില്ല, ഇനി അവൻ എവിടെയെങ്കിലും വീണ് ചത്തോന്നും എനിക്കറിയാൻ പറ്റില്ല, ഇനി അവൻ വല്ല കരടിയും പിടിച്ചാന്നും എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ എന്റെ ആഗ്രഹം എന്തായാലും സഫലമായി. അത് കഴിഞ്ഞൊരു 10 വർഷം നമ്മുടെ കൊക്കോഷിബോ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതം തന്നെ കൊണ്ടുപോയി. പുള്ളിക്കാരൻ ഒരു ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു. വളരെ പീസ്ഫുൾ ആയിരുന്നെങ്കിൽ കൂടി അന്നൊക്കെ സമയം വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ കൊക്കോഷിബോ, അതായത് മിച്ചിക്കാഴ്ചൊക്കെ ക്യാമ്പ് എടുത്തിട്ടിരുന്ന സ്ഥലത്ത് ഒരു ഡീമൺ അറ്റാക്ക് ചെയ്യും. അടുത്ത പാനലിൽ നമ്മുടെ യോറിച്ചി ആ ഡീമന്റെ കഴുത്ത് മുറിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. യോറിച്ചി അന്ന് തന്നെ ആ ഡീമന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. പുള്ളിക്കാരന്റെ കൊച്ചിലത്തെ സ്കില്ല് വെച്ച് നോക്കാൻ നേരത്ത് ഇപ്പം നിൽക്കുന്ന ലെവലിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. ഒരു മനുഷ്യനെ കൊണ്ട് അത്ര എളുപ്പത്തിൽ പറ്റാത്ത കാര്യം അവൻ വളരെ നിസ്സാരമായിട്ട് ചെയ്തു. യോറിച്ചിനെ കണ്ടപ്പം മുതൽ എൻ്റെ സമാധാനത്തുള്ള ദിവസങ്ങളൊക്കെ അവസാനിച്ചു. എൻ്റെ ഉള്ളിലെ വെറുപ്പും ദേഷ്യവും പകയും എല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങി. അവിടെ നമ്മുടെ യോറിച്ചി മിച്ചുകാട്സിനൊക്കെ സോറി പറയുന്നുണ്ട്, കാരണം പുള്ളിക്കാരൻ താമസിച്ചു വന്നുകൊണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് മഞ്ഞൊളിച്ചു. ഞാൻ എൻ്റെ കുടുംബവും കുട്ടികളെ എല്ലാവരും ഉപേക്ഷിച്ച് ഞാനൊരു ഡീമൺ സ്ലെയർ ആയിട്ട് മാറി. യോറിച്ചി ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പുള്ളിക്കാരൻ്റെ ടെക്നിക്സും ബ്രീത്തിങ് സ്റ്റൈൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും പുള്ളിക്കാരൻ്റെ ലെവലിലേക്ക് ആർക്കും വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് യോറിച്ചി ഓരോരുത്തർക്കും സ്യൂട്ടായ രീതിയിൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ മോഡിഫൈ ചെയ്ത് പുള്ളിക്കാരൻ ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. പതുക്കെ സൺ ബ്രീത്തിങ് പല അധികം ബ്രീത്തിങ് സ്റ്റൈൽസ് ആയിട്ട് മാറാൻ തുടങ്ങി. അതേപോലെ തന്നെ ഡീമൺ സ്ലേയേഴ്സിൽ പലർക്കും മാർക്ക് വരാനും തുടങ്ങി. ഡീമൺ സ്ലേയേഴ്സിന്റെ ഒക്കെ പവർ പെട്ടെന്ന് തന്നെ കൂടി. അധികമൊന്നും താമസിക്കാതെ യൊറിച്ചിയുടെ മേത്തുള്ള പോലെ തന്നെ ഒരു മാർക്ക് എൻ്റെ മേലും വന്നു. പക്ഷെ അവസാനമായപ്പോൾ എനിക്ക് യൊറിച്ചിയുടെ സൺ ബ്രീത്തിങ് ഒന്നും പഠിക്കാൻ പറ്റില്ല. അവസാനം ഞാൻ തന്നെ ഒരു മോഡിഫൈഡ് വെർഷൻ ക്രിയേറ്റ് ചെയ്തു. അതിന് ഞാൻ ബ്രീത്ത് ഓഫ് ദി മൂൺ എന്നും പേരിട്ടു. ഞാൻ ആലോചിച്ചത് ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് യൊറിച്ചിയുടെ ലെവലിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ അതെന്നെ കൊണ്ട് നടന്നില്ല. പതുക്കെ ഈ മാർക്ക് വന്നവരെല്ലാവരും 25 വയസ്സിൽ മരിക്കാനും തുടങ്ങി. ഓരോരുത്തരും മരിച്ചു തുടങ്ങിയപ്പോൾ ആ ഗോൾഡൻ ഇറയുടെ സമയം പതുക്കെ തീരാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഇനി പ്രാക്ടീസ് ചെയ്യാൻ പോലും ടൈമില്ല. പെട്ടെന്ന് നമ്മുടെ മുസാൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെ നിനക്ക് ഡീമൻ ആയപ്പോൾ നമ്മുടെ മുസാനെയും കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുകയും ചെയ്യും, നിനക്ക് ഡീമനായി കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ള അത്രയും കാലം ജീവിക്കാം. എനിക്കാണെങ്കിൽ ഒരു ഡീമൺ സ്ലെയറിനെ ഒരു ഡീമൻ ആക്കി കൊള്ളാവുന്നതുകൊണ്ട് നിനക്ക് ഇപ്പം നിന്റെ ഫെയ്ത്തിൽ ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ മുസാൻ പറയുന്നുണ്ട്. യോറിച്ചിക്കാട്ടെ പുള്ളിക്കാരെ സ്വപ്നം കണ്ട ആ ഒരു ഗോൾഡൻ ചാൻസ് പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൽ വന്നു. അതുകൊണ്ട് യോറിച്ചി ഒന്നും ആലോചിച്ചില്ല, നമ്മുടെ മുസാന്റെ കൂടെ കൂടി. പക്ഷേ ഒട്ടും താമസിക്കാതെ നീ എൻ്റെ ഫ്രണ്ട് വീണ്ടും വന്നു. നീ പവർ എന്നാന്ന് നീ വീണ്ടും എന്നെ കാണിച്ചു തന്നു. എനിക്കെന്നല്ല, ആ മനുഷ്യനെ പോലും യോറിച്ചി എന്ന് പറയുന്ന ഒരുത്തൻ്റെ മേത്ത് ഒരു പാട് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. നീ വീണ്ടും എന്നെ എന്തിനാണ് ഇത്ര പതറ്റിക്കായിട്ട് മാറ്റുന്നത് നമ്മുടെ കൊക്കോഷിബോ ചോദിക്കുന്നുണ്ട്. തന്റെ വെറുപ്പ് തീർക്കാൻ വേണ്ടി നമ്മുടെ മിച്ചുകാട്സു അല്ല നമ്മുടെ കൊക്കോഷിബോ നമ്മുടെ യോറിച്ചിനെ വട്ടം മുറിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ മിച്ചുകാട്സു പണ്ട് കൊടുത്ത ആ ഫ്ലൂട്ട് യോറിച്ചി ഇപ്പോഴും ഒരു കീഴാതാക്കി സേഫ് ആക്കി വെച്ചിരുന്നു. ഇത് കണ്ടപ്പോൾ നമ്മുടെ കൊക്കോഷിബോക്ക് നമ്മുടെ യോറിച്ചിയുടെ കുട്ടിക്കാലം ഓർമ്മ പോകുന്നു. പുള്ളിക്കാരൻ കരയുന്നുണ്ട്. എങ്കിലും നമ്മുടെ കൊക്കോഷിബോക്ക് യോറിച്ചിനെ ആലോചിക്കാൻ തന്നെ വെറുപ്പമാണ്. നിന്റെ മുഖം ആലോചിക്കാൻ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും. നിന്റെ ഒച്ച കേൾക്കാൻ തന്നെ എൻ്റെ തല പൊട്ടുന്ന പോലെ തോന്നുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഞാൻ എന്താണോ ആഗ്രഹിച്ചത് നിന്റെ ഫേസ് ഒന്നും മറക്കാനാ. പക്ഷെ വീണ്ടും ഞാൻ നിന്റെ ഫേസ് മാത്രം കണ്ടുകൊണ്ടിരുന്നു. എനിക്ക് എൻ്റെ അച്ഛൻ്റെയോ ഭാര്യയുടെയോ എൻ്റെ കുട്ടികളുടെ ആരുടെ മുഖം ഓർമ്മയില്ല. പക്ഷെ നിന്റെ മുഖം മാത്രം ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. എന്തിന് ഒരു സൂര്യനെ പോലെ നിന്റെ മുഖം ഇപ്പോഴും എൻ്റെ ഫ്രണ്ട് തിളങ്ങി നിൽപ്പുണ്ട്. അടുത്ത പാനലിൽ നമ്മുടെ കൊക്കോഷിബോ പൊടിഞ്ഞ് തീരാറായി. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു അവസ്ഥയിലായിട്ട് കൂടി ഞാൻ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടുകാരെ ഇട്ടിട്ട് പോകുന്നു, ഞാൻ എൻ്റെ ഹ്യൂമാനിറ്റിനെ ഇട്ടിട്ട് പോകുന്നു. എന്തിന് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു കണ്ണിനെ ഞാൻ വേറെ ഒന്നും ആലോചിക്കാതെ നടുവെ മുറിച്ച് കളഞ്ഞു. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട എന്തിനാ, ഞാൻ ഇത്ര നാൾ ജീവിച്ചത് എന്തിനാ? എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ കഷ്ടപ്പെടുന്ന അനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ എനിക്കൊരിക്കലും ആ റിസൾട്ട് കിട്ടിയില്ലല്ലോ. സൺ ബ്രീത്തിങ്ങിനെ കുറിച്ച് അറിയാവുന്ന എല്ലാവരെയും ഞാനും അങ്ങേരും കൂടെ കൊന്നു. പക്ഷെ വീണ്ടും നിന്റെ ബ്രീത്തിങ് സ്റ്റൈൽ എങ്ങനെ ഇവിടെ വന്നു? പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം പുറകെയൊന്നും വിട്ടിട്ട് വരാൻ സാധിക്കാത്തത്? ഇതെല്ലാം പറയാൻ നേരത്ത് നമ്മുടെ കൊക്കോഷിബോ പൊടിഞ്ഞ് തീർന്നിരുന്നു. പുള്ളിക്കാരന്റെ കൈ യോറിച്ചിക്ക് പുള്ളിക്കാരൻ കൊടുത്ത ആ ഫ്ലൂട്ട് ഇപ്പോഴും സൂക്ഷ്മതയോടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ചാപ്റ്റർ 178 അവസാനിക്കുന്നത്. സോ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയുള്ള ആനിമി റിലേറ്റഡ് വീഡിയോസിനെ നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്.